Hi everyone, Career FrameZന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ് വരെ യാതൊരുവിധ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെയാണ് നമ്മുടെ പഠനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അല്ലേ? എന്നാൽ 10th കഴിയുന്നതോടുകൂടി ഒരുപാട് സ്ട്രീമുകൾ മുന്നിലുള്ളതുകൊണ്ട് പലരും കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആകും. ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഓർത്ത്. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. +2 ഏതൊക്കെ സ്ട്രീമുകളുണ്ട്, ആ സ്ട്രീമുകൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. +2 നിങ്ങൾക്ക് മുൻപിലുള്ളത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ 3 സ്ട്രീമുകളാണ്. എന്നാൽ അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. +2 ശേഷം ഏത് കോഴ്സാണോ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം +2 നിങ്ങൾ സ്ട്രീം സെലക്ട് ചെയ്യാൻ. കൂടാതെ നിങ്ങളുടെ സ്കിൽസും പാഷനും ഇൻട്രസ്റ്റും ഒക്കെ അനുസരിച്ചിട്ടുള്ള സ്ട്രീമുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇനി നമ്മൾ ആദ്യം നോക്കുന്നത് ജനറലായിട്ട് +1 +2 വരുന്ന സയൻസ് സ്ട്രീമിനെ കുറിച്ചിട്ടാണ്. സ്റ്റേറ്റ് ആൻഡ് CBSE ലെവലിലെ സയൻസ് സബ്ജക്റ്റിൽ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. പിന്നീട് മൂന്നാമത് വരുന്നതാണ് ബയോളജിയും മാത്സും. ഒപ്പം നാലാമതായിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ്, സൈക്കോളജി ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ. +2 ശേഷം മെഡിക്കൽ ഫീൽഡിലേക്ക് കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്സ് പഠിച്ചിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, മാത്സ് പഠിക്കാനായിട്ട് താല്പര്യമില്ല എന്നുള്ളവരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിന് പകരം ഹോം സയൻസോ സൈക്കോളജിയോ അത്തരത്തിലുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻസ് പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എഞ്ചിനീയറിംഗ് സ്ട്രീം സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് കൊമേഴ്സ് സ്ട്രീമിനെ കുറിച്ചിട്ടാണ്. സയൻസ് സബ്ജക്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൊമേഴ്സ്. കൊമേഴ്സിൽ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതൊക്കെയാണ്. കൊമേഴ്സ് പഠിച്ചിറങ്ങുന്നത് വഴി നിങ്ങൾക്ക് BBA, BCA, BCom ഒപ്പം LLB പോലുള്ള പല കോഴ്സുകളും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വരുന്ന സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ്. മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടി സെലക്ട് ചെയ്യുന്ന സ്ട്രീമല്ല ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. സയൻസ് വിഷയങ്ങൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്കുള്ള ഒരുപാട് കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ട്രീം കൂടിയാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത്. ഇതിൽ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി ഇത്തരത്തിലുള്ള ഒരുപാട് സബ്ജക്റ്റ് കോമ്പിനേഷൻസും വരുന്നുണ്ട്. നിങ്ങൾക്ക് ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഇനി മറ്റൊരു സ്ട്രീമാണ് VHSC. VHSCയിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കൂടാതെ വൊക്കേഷണൽ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ വൊക്കേഷണൽ സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. വൊക്കേഷണൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? അതിൽ വരുന്നതാണ് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, അഗ്രികൾച്ചർ, കോസ്മെറ്റോളജി, മറൈൻ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് വൊക്കേഷണൽ സബ്ജക്ട്സ് ആണോ വേണ്ടത് അത് പഠിച്ച് മുന്നേറുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ദ ചാനൽ.